നമസ്കാരം. ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല കാലം ചെയ്തവരെയും വെറുതെ വിടില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് ചില നേതാക്കൾ. സേവ്യർ പുണ്യാളന്റെ DNA പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട മുൻ ഗോവ തലവൻ സുഭാഷ് വെല്ലിങ്കറുടെ പരാമർശത്തിൽ ഗോവയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ DNA പരിശോധിക്കണം എന്ന വെല്ലിങ്കറുടെ പരാമർശമാണ് വിവാദമായത്. വെല്ലിങ്കറിനെതിരെ ഞായറാഴ്ച ദക്ഷിണ ഗോവയിൽ വിശ്വാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. അതേസമയം വിശ്വാസികൾ സംയമനം പാലിക്കണമെന്ന് ഗോവ അതിരൂപത നേതൃത്വം അറിയിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെതിരായ സുഭാഷ് വെല്ലിങ്കർ നടത്തിയ അവഹേളനവും അധിക്ഷേപവും നിറഞ്ഞ പരാമർശത്തിൽ അപലപിക്കുന്നു. ഫ്രാൻസിസ് സേവ്യറിനെ വിശുദ്ധനായി ആരാധിക്കുന്ന കത്തോലിക്ക സമുദായ അംഗങ്ങളുടെ മാത്രമല്ല മറ്റ് മതസ്ഥരുടെയും വികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു പരാമർശം എന്നൊക്കെ ഗോവ അതിരൂപതയുടെ സാമൂഹിക പ്രവർത്തന വിഭാഗമായ കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പീസ് CSJP പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം വിശ്വാസികൾ എല്ലാവരും സംയമനം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൗൺസിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ വിശ്വാസികൾ പ്രധാന വിശ്വാസങ്ങളിൽ നിന്നും ഒട്ടും വ്യതിചലിക്കരുത്. അഹിംസാത്മക പ്രതിഷേധങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. എന്നാൽ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകരുന്ന തരത്തിലുള്ള പ്രകോപനപരമായ യാതൊരു നടപടിയിലേക്കും കടക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നും കൗൺസിൽ പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം RSS നേതാവിന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്നും BJP ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്തിന്റെ സാമുദായിക ഐക്യത്തിന് തുരങ്കം വെക്കുന്ന നടപടികളാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. പ്രകൃതി ഭംഗിക്കൊപ്പം തന്നെ ജനങ്ങൾക്കിടയിലെ ഐക്യവും അവരുടെ വ്യത്യസ്തതയും ആതിഥേയത്വ മനോഭാവവുമെല്ലാമാണ് ഗോവയിലെ ആകർഷണം. എന്നാൽ നിർഭാഗ്യവശാൽ BJP ഭരണത്തിന് കീഴിൽ സാമുദായിക ഐക്യം തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ബോധപൂർവം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. RSS നേതാവ് ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചും മറ്റ് സംഘപരിവാർ സംഘടനകൾ മുസ്ലിങ്ങളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കാനുമാണ് ആഹ്വാനം ചെയ്യുന്നത് എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഗോവയിൽ BJPയുടെ തന്ത്രം വ്യക്തമാണ്. നിയമവിരുദ്ധമായി ഹരിത മേഖലകൾ പരിവർത്തനം ചെയ്യുകയും പാരിസ്ഥിതിക ചട്ടങ്ങൾ മറികടന്നുകൊണ്ടുള്ള ചൂഷണം ചെയ്യുന്നതിനുമിടയിൽ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. BJPയുടെ ഈ നീക്കങ്ങളൊന്നും എതിർക്കപ്പെടാതെ പോകില്ല. ഇതിനെതിരെ ഗോവ മാത്രമല്ല രാജ്യം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും രാഹുൽ എക്സിൽ കൂട്ടിച്ചേർത്തു. അതേസമയം വിവാദ പരാമർശത്തിൽ വെല്ലിങ്കറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരാമർശത്തിന് പിന്നാലെ വെല്ലിങ്കറിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നത്. ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയത്. ഓൾഡ് ഗോവ, കനഗോണ, പനാജി, അഞ്ജുന, പോണ്ട തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പ്രതിഷേധം നടന്നു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാനായി പോലീസ് ലാത്തി വീശി. വിവാദത്തിന് പിന്നാലെ വെല്ലിങ്കർ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അദ്ദേഹത്തിനായി മഹാരാഷ്ട്രയിലും ഗോവയിലും തിരച്ചിൽ നടത്തിയതായി പോലീസ് പറഞ്ഞു. പ്രതിഷേധക്കാർക്കെതിരെയും പോലീസ് കേസെടുത്തു. 500ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇവിടെ കേരളത്തിൽ BJPയെയും RSSനെയും താങ്ങുന്ന കാസക്കുട്ടികൾ ഈ വാർത്തകൾ കൂടി കേൾക്കുന്നത് നന്ന്. മണിപ്പൂരിന്റെ വേദന നിങ്ങളെ അലട്ടിയില്ലെങ്കിൽ ഗോവയും നിങ്ങൾക്ക് വലിയ വിഷയമാവില്ല. ഒടുവിൽ വിശ്വാസികൾ ചൂലെടുക്കാതെ നോക്കുന്നത് നന്ന്.